പുല്ലുവർഗ്ഗത്തിലെ ഒരു ഔഷധ സസ്യമാണ് മുത്തങ്ങ. ഹോർത്തസ് മലബാറിക്കസിലെ 12ാം വാല്യത്തിൽ പരാമർശിക്കുന്ന സസ്യമാണ്. പേമുത്തങ്ങ എന്ന പേരിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത്. മുത്തങ്ങ കോര എന്നും അറിയപ്പെടുന്നു. മുത്തങ്ങ എന്ന വയനാട്ടിലെ സ്ഥലനാമത്തിന് കാരണവും ഈ ചെടികളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ്. 36ന് മുത്തങ്ങയെപ്പറ്റി പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ഗ്രാംബെൽ വിവരിച്ചിട്ടുണ്ട്. സൈപ്രസ് റൊട്ടാൻഡസ്, പെരുങ്കോര, സൈപ്രസ് ട്യൂബറോസസ്, ചെറുകോര എന്നിങ്ങനെ 2 തരമുണ്ട്. ചെറുകോരയ്ക്ക് കിഴങ്ങുണ്ടാകുന്നു. ഈ കിഴങ്ങാണ് ഔഷധങ്ങൾ ചേർക്കുന്നത്. പെരുങ്കോരയ്ക്ക് കിഴങ്ങുണ്ടാവുകയില്ല. പെരുങ്കോര കൊണ്ട് നെയ്യുന്ന പായയാണ് കോരപ്പായ അഥവാ പുൽപ്പായ എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഉഷ്ണമേഖല, മിതോഷ്ണമേഖല, സമശീതോഷ്ണമേഖല രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു ചെറുസസ്യമാണ് മുത്തങ്ങ. ഭാരതത്തിൽ എല്ലായിടത്തും പ്രത്യേകിച്ച് ചതുപ്പ് പ്രദേശങ്ങളിൽ സസ്യം കാണപ്പെടുന്നു. കേരളത്തിൽ വയലുകൾ, തുറസായ സ്ഥലങ്ങൾ തുടങ്ങി മിക്കയിടങ്ങളിലും കാണപ്പെടുന്നു. നെൽപ്പാടങ്ങളിലെ ഒരു പ്രധാന കളസസ്യമാണിത്. പശ്ചിമഘട്ടത്തിൽ അകമാനം കാണപ്പെടുന്നതിന് കേരളത്തിലെ കരിമുത്തൻ, കുഴിമുത്തങ്ങ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കേരളത്തിൽ ഇവ കളയായി വളരുന്നു. വളർച്ച അതിജീവിക്കാവുന്ന ഒരു സസ്യമാണിത്. സംസ്കൃത ഭാഷയിലെ മുസ്തകം, മുസ്ത എന്നീ പേരുകളിൽ നിന്നാണ് മുത്തങ്ങ എന്ന പേര് വന്നത്. ഇതൊരു ബഹുവർഷി ഔഷധമാണ്. തണ്ടുകൾക്ക് 3 സെൻറ്റിമീറ്റർ നീളം കാണും. 15 മുതൽ 30 സെൻറ്റിമീറ്റർ നീളം വയ്ക്കുന്നതിന് തവിട്ട് നിറവും കടുപ്പമുള്ള ഉരുണ്ട കിഴങ്ങുകളുണ്ട്. ഉരുണ്ടത് എന്നർത്ഥമുള്ള റൊട്ടാൻഡസ് എന്ന സ്പീഷീസ് നാമം ഈ ആകൃതി മൂലമാണ് ലഭിച്ചത്. കിഴങ്ങുകൾക്ക് ഹൃദ്യമായ ഗന്ധമാണ്. വെളുത്ത ചെറിയ പൂവ് നീളമുള്ള തണ്ടിൻ്റെ അറ്റത്തായി ഉണ്ടാകുന്നു. ഇതിൻ്റെ കാണ്ഡത്തിൻ്റെ ഏറിയ ഭാഗം പ്രകന്ധ രൂപത്തിലാണ് കാണുന്നത്. ചിലത് മണ്ണിനടിയിലേക്ക് കിഴങ്ങുകളാവും. ചിലത് മണ്ണിന് മുകളിലേക്ക് വളർന്ന് ബൾബ് പോലെ ഉരുണ്ട ഒരു ഭാഗങ്ങളുണ്ടാവും. വേരുകളിൽ നിന്ന് വീണ്ടും കിഴങ്ങുകളും തൈകളും ഉണ്ടാവും. ഇങ്ങനെ കുറഞ്ഞൊരു കാലം കൊണ്ട് ഇവയ്ക്ക് പ്രദേശമാകപ്പാടെ പടരാൻ കഴിയും. ബലമില്ലാത്ത കാണ്ഡത്തിൻ്റെ പച്ച നിറമാണ്. കൂട്ടമായി കാണപ്പെടുന്നു. അറ്റം കൂർത്ത നീണ്ട ഇലകൾക്ക് 10 മുതൽ 25 സെൻറ്റിമീറ്റർ നീളവും 23 സെൻറ്റിമീറ്റർ വീതിയും കാണും. ഇലകൾ പൊതുവെ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. നല്ല പച്ച നിറമുള്ള ഇവയുടെ മധ്യസിലകൾ മുകളിൽ ചാല് പോലെ കുഴിഞ്ഞ് കാണപ്പെടും. ഇവയ്ക്ക് പ്രത്യേക പൂക്കാലമില്ല. സസ്യത്തിൻ്റെ മധ്യഭാഗത്തു നിന്ന് നേരെ മുകളിലേക്ക് വളർന്ന് മുന്നായി പിരിഞ്ഞു നിൽക്കുന്ന ദണ്ടിലാണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത്. പൂക്കൾ വളരെ ചെറുതാണ്. ഇവയ്ക്ക് ഇരുണ്ട പച്ചനിറം. വിത്തുകൾ വളരെ ചെറുതാണ്. വിത്ത് വഴി പ്രഗന്ധങ്ങൾ വഴി പുനരുത്ഭവം നടത്തും. കിഴങ്ങുകൾ കാർബോഹൈഡ്രേറ്റുകൾ, ആൽക്കലോയിഡുകൾ, പഞ്ചസാര, റെസിൻ, ആൽബുമിൻ, സുഗന്ധതൈലം എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇതിലെ തൈലം സുഗന്ധലേപനങ്ങൾ, സോപ്പുകൾ എന്നിവയിൽ ചേർക്കാറുണ്ട്. പനിക്ക് മുത്തങ്ങയുടെ കിഴങ്ങും കഷായം വെച്ച് കഴിക്കാൻ നല്ലതാണ്. മുത്തങ്ങ അരച്ച് സ്തനങ്ങളിൽ പുരട്ടിയാൽ പാൽ കൂടുതലായി ഉത്പാദിക്കപ്പെടും. കൂടാതെ കരപ്പൻ പോലുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ്. ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് മുത്തങ്ങ അരി ചേർത്ത് അരച്ചട ചുട്ട് കുട്ടികൾക്ക് നൽകാറുണ്ട്.